നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഉള്ളത് തളിയിൽ മഹാദേവ ക്ഷേത്രം കടുത്തുരുത്തി, കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വൈക്കം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി ഈ മൂന്ന് ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഖരമഹർഷി തന്നെയാണ് ഈ ക്ഷേത്രത്തിലും പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ സ്ഥാനമുള്ള അതിപുരാതനമായ ഈ മഹാദേവ ക്ഷേത്രത്തെ കുറിച്ച് ഇവിടെ കുടികൊള്ളുന്ന ആ കൈലാസനാഥന്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി നമുക്കിന്ന് പറഞ്ഞു തുടങ്ങാം. കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന കടുത്തുരുത്തി തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു അതിപുരാതന ക്ഷേത്രമാണ്. ശിവാലയ നാമ സ്തോത്രത്തിൽ 62ാമതായി ഈ ക്ഷേത്രം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണുള്ളത്. വൈക്കത്തിനും ഏറ്റുമാനൂരിനും ഇടയിലാണ് കടുത്തുരുത്തി സ്ഥിതി ചെയ്യുന്നത്. വൈക്കത്ത് നിന്ന് കടുത്തുരുത്തിയിലേക്കും ഇവിടെ നിന്ന് ഏറ്റുമാനൂരിലേക്കും ഏകദേശം സമാന ദൂരമാണുള്ളത്. ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരു ദിവസം ദർശനം നടത്തുന്നത് കൈലാസ ദർശനത്തിന് തുല്യമായ പുണ്യമാണ് സമ്മാനിക്കുക എന്നാണ് വിശ്വാസം. കിഴക്ക് ദർശനമായി നിലകൊള്ളുന്ന ക്ഷേത്രം ഒരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറേ നടയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ പടികളുണ്ട്. ക്ഷേത്ര ഐതിഹ്യം ഖരമഹർഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഹാദേവൻ ഖരമഹർഷിക്ക് നൽകിയ 3 ദിവ്യമായ ശിവലിംഗങ്ങളിൽ തൻ്റെ വലത് കൈയിൽ പിടിച്ചത് വൈക്കത്തും ഇടത് കൈയിലുള്ളത് ഏറ്റുമാനൂരിലും വായയിൽ വഹിച്ചത് കടുത്തുരുത്തിയിലും മഹർഷി പ്രതിഷ്ഠിച്ചു എന്നാണ് പ്രശസ്തമായ ഐതിഹ്യം പറയുന്നത്. ഖരൻ കടിച്ചു പിടിച്ച ശിവലിംഗം പ്രതിഷ്ഠിച്ച ദേശമാണ് കടുത്തുരുത്തിയായത് എന്നാണ് വിശ്വാസം. എന്നാൽ കഴുത്തിൽ ഇറുക്കിപ്പിടിച്ചാണ് 3ാമത്തെ ശിവലിംഗം ഖരൻ കൊണ്ടുവന്നത് എന്നും ഒരു വാദമുണ്ട്. ഖരമഹർഷിക്ക് ഭഗവാനിൽ നിന്നും ശിവലിംഗങ്ങൾ ലഭിക്കുന്നതും ആ ശിവലിംഗങ്ങളുമായി അദ്ദേഹത്തിൻ്റെ ആകാശമാർഗേണയുള്ള സഞ്ചാരവുമൊക്കെ വൈക്കം ക്ഷേത്രത്തിൻ്റെ വ്ലോഗിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതിനാൽ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും മറ്റ് 2 ശിവലിംഗങ്ങളെക്കാൾ ചെറിയ ശിവലിംഗമാണ് ഇവിടെയുള്ളത്. ശാന്തഭാവത്തിൽ പാർവതീ സമേതനായിട്ടാണ് ശ്രീ പരമേശ്വരൻ കടുത്തുരുത്തിയപ്പനായി പരിലസിക്കുന്നത്. 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന 4 തളികളിൽ ഒന്നാണ് കടുത്തുരുത്തി തളിയിൽ മഹാദേവ ക്ഷേത്രം എന്നതിനാൽ ഭരണ സംവിധാനം നിലനിന്നിരുന്നൊരു ക്ഷേത്രമാണ് ഇത് എന്ന് ചരിത്രം പറയുന്നു. വടക്കും പടിഞ്ഞാറും വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ദേശം പണ്ട് പാണ്ഡ്യരാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിലായിരുന്നു. ചേര സാമ്രാജ്യത്തിൻ്റെ അധപതനത്തിനു ശേഷമുണ്ടായ 18 നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ രാജ്യം. അന്ന് ഈ നാട്ടുരാജ്യത്തിൻ്റെ ആദ്യത്തെ പേര് വെമ്പൊലിനാട് അഥവാ വെമ്പാലനാട് എന്നായിരുന്നു അത്രേ. വിമ്പലന്മാർ അഥവാ പാണ്ഡ്യന്മാർ ഭരിച്ച നാടായതിനാലാണ് ആ പേര് ഈ ദേശത്തിന് വരുവാൻ കാരണം എന്നൊക്കെ പറയപ്പെടുന്നു. വേമ്പനാട്ടുകായൽ എന്ന പേര് വരുവാനും ഇതുതന്നെയാണ് കാരണം എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നീട് ഈ നാട്ടുരാജ്യം തെക്കുംകൂർ വടക്കുംകൂർ എന്നിങ്ങനെ 2ആയി വിഭജിച്ചു. വടക്കുംകൂർ രാജവംശത്തിൻ്റെ ആദ്യത്തെ ആസ്ഥാനമായിരുന്നു കടുത്തുരുത്തി. സാമൂതിരിയെ പിന്തുണച്ച വടക്കുംകൂറിനെ തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ തമ്പുരാൻ ആക്രമിച്ച് കീഴടക്കി. അന്നു മുതൽ തിരുവിതാംകൂർ രാജ്യഭരണത്തിൻ്റെ കീഴിലായിത്തീർന്നു ഈ ക്ഷേത്രം. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ ക്ഷേത്രം ഭരിക്കുന്നത്. 14ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഉണ്ണിനീലി സന്ദേശത്തിലെ നായിക ഉണ്ണിനീലി ജീവിച്ചിരുന്ന വീരമാണിക്യത്ത് തറവാട് കടുത്തുരുത്തിയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്.
അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിനെ കുറിച്ചും ഭഗവാന്റെ ആറാട്ട് നടക്കുന്ന മാലിച്ചിറയെക്കുറിച്ചും ഉണ്ണിനീലി സന്ദേശത്തിൽ പരാമർശങ്ങളുമുണ്ട്. വിശാലമായ ക്ഷേത്രഭൂമി, ആനക്കൊട്ടിൽ നന്ദിയെ ശിരസിലേറ്റുന്ന സ്വർണ്ണ കൊടിമരം, ബലിക്കൽപുര, ബലിക്കല്ല് എന്നിവ കടന്നാണ് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആനക്കൊട്ടിലിൽ ഒരു നന്ദികേശ്വര വിഗ്രഹമുണ്ട്. ആനക്കൊട്ടിലിൽ വെച്ചാണ് തുലാഭാരം, ചോറൂണ്, വിവാഹം എന്നിവയൊക്കെ നടക്കുന്നത്. അതിവിശാലമായ നമസ്കാര മണ്ഡപത്തിൽ മനോഹരമായ ദാരുശില്പചാരുതകൾ കാണുവാനുണ്ട്. പുരാണ കഥകൾ പലതും അവിടെ പുനർജനിച്ചിട്ടുണ്ട്. പല വലിപ്പത്തിലുള്ള 3 വൃഷഭ വിഗ്രഹങ്ങൾ നമസ്കാര മണ്ഡപത്തിലുണ്ട്. അതിബൃഹത്തായ മുഖമണ്ഡപത്തോടുകൂടിയ ഇരുനില ചതുര ശ്രീകോവിലിലെ ഗർഭഗൃഹത്തിൽ കിഴക്ക് ദർശനമായി കൈലാസനാഥൻ കടുംതുരുത്തിയപ്പനായി പരിശോഭിക്കുന്നു. സർവമംഗള സ്വരൂപിയായി പ്രപഞ്ചത്തെ സംരക്ഷിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ശ്രീ പരമേശ്വരൻ ഈ പുണ്യപുരാതന ക്ഷേത്രത്തിൽ വാണരുളുന്നു. വളരെ ചെറിയ ശിവലിംഗമാണ് ഇവിടെയുള്ളത്. നാലമ്പലത്തിനകത്ത് ഒരു ശ്രീകോവിലിൽ ഗണപതി ഭഗവാനും വേറൊരു ശ്രീകോവിലിൽ ശ്രീ പാർവതീ ദേവിയും കിഴക്ക് ദർശനമായി പരിലസിക്കുന്നുണ്ട്. നാലമ്പലത്തിൽ തന്നെ യോഗീശ്വര സ്ഥാനത്ത് വിളക്ക് തെളിയിച്ചു വെച്ചിട്ടുണ്ട്. വാൽക്കണ്ണാടി പ്രതിഷ്ഠയിലാണ് പാർവതീ ദേവി കുടികൊള്ളുന്നത്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ വലിയ ഒരു അഗ്നിബാധ ഉണ്ടാവുകയും അന്ന് ഭൂരിഭാഗവും കത്തി നശിക്കുകയും ചെയ്തുത്രേ. അപ്പോൾ തീ പടരുന്നതിങ്ങനെ കണ്ടപ്പോൾ ആ മേൽശാന്തി വേഗം ചെന്ന് ദിവ്യമായ ഭഗവാന്റെ ആ ശിവലിംഗം എടുത്തും കൊണ്ട് തൻ്റെ ആ മാറോട് ചേർത്ത് പിടിച്ചിങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഉറക്കനെ നിലവിളിച്ചുത്രേ. വിഗ്രഹത്തിന് കേടുപാടുകൾ കൂടാതെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചെങ്കിലും ആ പരമഭക്തനായ പൂജാരി അഗ്നിജ്വാലകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭഗവത്പദം പൂകി എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സങ്കല്പസ്ഥാനമാണ് വടക്ക് ഭാഗത്ത് കാണുന്ന യോഗീശ്വര സ്ഥാനം എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് പുറത്ത് വൈക്കത്തപ്പൻ്റെയും ഏറ്റുമാനൂരപ്പൻ്റെയും പ്രതിഷ്ഠകളുണ്ട്. അതിനു പിറകിലും ഒരു കഥയുണ്ട്. ഒരു പരമഭക്തനായ വടക്കുംകൂർ രാജാവ് വൈക്കത്തും ഏറ്റുമാനൂരിലും കടുത്തുരുത്തിയിലും ദർശനം നടത്തിയ ശേഷം മാത്രമേ ജലപാനം പോലും നടത്തിയിരുന്നുള്ളൂ. ഈ 3 സ്ഥലങ്ങളിൽ ദർശനം നടത്തുക ഉച്ചപൂജയ്ക്ക് മുമ്പ് തന്നെ നടത്തുക എന്നൊരാചാരം ഈ ദേശത്ത് നിലനിന്നിരുന്നു. മഹാഭക്തനായ രാജാവിന് വാർദ്ധക്യമായപ്പോൾ പതിവ് പോലെ തൻ്റെ ആ ദർശനം അങ്ങനെ നടത്തുവാൻ സാധിക്കാതെ വന്നു. വടക്കുംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനം കടുത്തുരുത്തിയായിരുന്നുവല്ലോ. അതിനാൽ തന്നെ ഇവിടുന്ന് വൈക്കത്തേക്കും ഏറ്റുമാനൂരിലേക്കും പോകുവാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വന്നു എന്ന് ചുരുക്കം. എന്തായാലും തൻ്റെ ആ വിഷമം അദ്ദേഹം ആദ്യം അറിയിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ആ ഭഗവാന് മുന്നിൽ തന്നെയാണ്. ആ വിഷമങ്ങൾ മുഴുവൻ ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ അദ്ദേഹത്തിന് രാത്രി ഒരു ദിവ്യമായ സ്വപ്നം കാണുവാൻ സാധിച്ചു. അതിൻ പ്രകാരമാണത്രേ ഇവിടെ വൈക്കത്തപ്പനും ഏറ്റുമാനൂരപ്പനും എത്തിച്ചേർന്നത്. അതിനാൽ കടുംതുരുത്തിയിൽ ദർശനം നടത്തിയാൽ ഈ 3 ക്ഷേത്രങ്ങളിലും ഒന്നിച്ച് ദർശനം നടത്തുന്ന പുണ്യം ലഭിക്കും എന്നാണ് വിശ്വാസം. അയ്യപ്പൻ, ബ്രഹ്മരക്ഷസ് എന്നീ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട്. വലിയ ഒരു സർപ്പക്കാവും ഈ ക്ഷേത്ര മതിൽക്കകത്തുണ്ട്. തിരുവാതിര ആറാട്ടായി 10 ദിവസത്തെ ഉത്സവം ഈ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നു. വടക്കുംകൂർ രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇവിടെ ആചരിച്ചിരുന്നുവത്രേ. പിന്നീട് ആ സമ്പ്രദായം ഇല്ലാതെയായി. മഹാറാണി സേതുലക്ഷ്മി തമ്പുരാട്ടിയുടെ ഭരണകാലത്താണ് വീണ്ടും ഉത്സവാഘോഷങ്ങൾക്ക് ജീവൻ വെക്കുന്നത്. കുറേ കാലം ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ട് നേരിടുന്നൊരവസ്ഥ ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു അത്രേ. അതിനു മാറ്റം വരുന്നത് മംഗലത്തൂർ പണിക്കർ, താഴത്ത് കൈമൾ എന്നീ 2 ഭക്തന്മാരുടെ ശ്രമഫലമാണ് എന്ന് പറയപ്പെടുന്നു. ഇന്നിപ്പോൾ ഇവിടെ എവിടെയും ക്ഷേത്രം ഗതകാല പ്രൗഢിയിലേക്ക് തിരിച്ചു പോകുന്ന നല്ല കാഴ്ചകളാണ് കാണുന്നത് എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്.
തിരുവാതിര ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഭഗവാന്റെ ആറാട്ട് നടക്കുന്നതും ആലിച്ചിറയിലാണ്. ശിവരാത്രി ഒരു ദിവസത്തെ വിശേഷമായി ആചരിച്ചു വരുന്നു. പ്രദോഷം പ്രധാനമാണ്. ഉമാമഹേശ്വര പൂജ, ആയില്യം പൂജ, ജലധാര, മൃത്യുഞ്ജയ ഹോമം, മുഴുക്കാപ്പ്, അർച്ചനകൾ, നിവേദ്യങ്ങൾ എന്ന് തുടങ്ങി നിരവധി വഴിപാടുകൾ ഇവിടെയുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഉപദേവതയായി നാലമ്പലത്തിനകത്ത് സ്വതന്ത്ര ശ്രീകോവിലിൽ പരിലസിക്കുന്ന ഗണപതി പ്രതിഷ്ഠയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നല്ല വലിപ്പമുള്ള അതീവ ചൈതന്യവത്തായ ഈ ഗണപതി വിഗ്രഹം മാഞ്ഞൂർ ക്ഷേത്രത്തിലേക്ക് പ്രധാന പ്രതിഷ്ഠയാക്കാൻ വേണ്ടി നിർമ്മിച്ചതായിരുന്നു. ഘോഷയാത്രയായി ഭക്തജനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന വഴി ഈ ദേശത്തെത്തിയപ്പോൾ എല്ലാവർക്കും ഒന്ന് വിശ്രമിക്കണം എന്ന് തോന്നി. അന്ന് ഇവിടെ അഗ്നിബാധയ്ക്ക് ശേഷമുള്ള കാലഘട്ടമായിരുന്നു. അതിനാൽ തന്നെ നാശോന്മുഖമായ പ്രത്യേകിച്ച് ക്ഷേത്ര നിർമ്മിതികളൊന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഗണപതി വിഗ്രഹം ഇവിടെ ഒരിടത്ത് വെച്ച് എല്ലാവരും വിശ്രമിക്കുവാനിരുന്നു. തിരിച്ച് എടുക്കുവാൻ നേരം അത് ആ വിഗ്രഹം അവിടെ ഉറച്ചുപോയിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. അതിനുശേഷമാണ് ദേവപ്രശ്നം വയ്ക്കുന്നതും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതുമൊക്കെ സംഭവിക്കുന്നത്. പിന്നെ ക്ഷേത്രത്തിന് പുരോഗതി മാത്രമാണത്രേ ഉണ്ടായത്. അച്ഛൻ്റെ അടുത്തേക്ക് ഇരിക്കുവാനായി എത്തിച്ചേർന്ന വിഘ്നേശ്വരൻ ഏറെ ചൈതന്യത്തോടുകൂടി ഈ ക്ഷേത്രത്തിൽ ഇന്നും പരിശോഭിച്ചുകൊണ്ടിരിക്കുന്നു. പരശുരാമ മഹർഷി ഏറെ കാലം മഹാദേവനെ തപസ് ചെയ്ത പുണ്യഭൂമിയാണ് ഈ കുന്നിൻ പ്രദേശം എന്നും പറയപ്പെടുന്നു. 3 ശിവലിംഗങ്ങളാൽ ധന്യമായ ഈ പുണ്യപുരാതന ഭൂമി പരമാനന്ദം നിറഞ്ഞ സമാധാനവും ശാന്തിയുമാണ് പ്രവഹിപ്പിക്കുന്നത്. തീർച്ചയായും വന്നു കണ്ട് അനുഭവിക്കേണ്ട ഒരു മഹത്തായ ക്ഷേത്രം തന്നെയാണിത്. ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് കിടക്കുന്ന ഈ ദിവ്യഭൂമിക്ക് ശതകോടി സാഷ്ടാംഗ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഉച്ചരിച്ച ഓരോ അക്ഷരവും കടുത്തുരുത്തി തേവരായി ഇവിടെ പരിശോഭിക്കുന്ന കൈലാസനാഥൻ്റെ ഏറെ പ്രിയപ്പെട്ട പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. ചന്ദ്രാർക്കാഗ്നിവിലോചനം സ്മിതമുഖം പത്മദ്വയാന്തസ്ഥിതം മുദ്രാപാശമൃഗാക്ഷസൂത്രവിലസത് പാണിം ഹിമാംശുപ്രദം കോടീരെന്ദുഗളത്സുധാപ്ലുതതനും ഹാരാദിഭൂഷോജ്വലം കാന്ത്യം വിശ്വവിമോഹനം പശുപതിം മൃത്യുഞ്ജയം ഭാവയേ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ.